ചട്ടിയിൽ വറുത്ത മീൻ അവളുടെ കൈകളുടെ മേൽ കൈവച്ച് തവി കൊണ്ട് കോരിയെടുത്തവൻ പറഞ്ഞു. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് മോഹൻ അവിടേക്ക് വന്ന്. ഹാളിലെ റൂമിൽ ആരെയും കാണാത്തുകൊണ്ട് വന്നതായിരുന്നു അയാൾ പെട്ടെന്ന് പിന്തിരിഞ്ഞടക്കാൻ തുടങ്ങിയത് നന്ദ പിന്നിലേക്ക് തിരിഞ്ഞ് ഒരുമിച്ചായിരുന്നു. അവിടെ അച്ഛനെ കണ്ടതും അവൾ വിളറി വെളുത്തു. അവളിൽ തന്നെ മിഴികൾ പതിപ്പിച്ചവൻ തിരിഞ്ഞതും മോഹനെ കണ്ടു. ആ അച്ഛ എപ്പോ വന്ന്? ഇപ്പൊ വന്നേയുള്ളൂ മോനെ. ദേവ അച്ഛന് കഴിക്കെടുക്കും. അവളുടെ തോളിൽ തട്ടി അവനൊന്ന് പറഞ്ഞു. അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അവനൊന്ന് ഇളിച്ചു കാണിച്ച് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ഒരു കൂസലുമില്ലാതെ നടക്കുന്ന അവനെ കണ്ടതും അവളിൽ നാണം നിറഞ്ഞ് ചിരി വിരിഞ്ഞു. രാത്രി അടുക്കളയെല്ലാം ഒതുക്കി കഴിഞ്ഞ് നന്ദ അവിടെ തന്നെ നിന്നു. റൂമിൽ പോകാൻ അവൾക്ക് എന്തോ മടി തോന്നി. അവളെ റൂമിലേക്ക് കാണാത്തതുകൊണ്ട് അന്വേഷിച്ചു വന്നായിരുന്നു ആദ്യം. അപ്പോഴാണ് വൃത്തിയാക്കിയ സ്ലാബ് വീണ്ടും വീണ്ടും തുണി കൊണ്ട് തുടച്ചിരിക്കുന്ന നന്ദയെ കാണുന്നത്. അവൻ അടുക്കള വാതിൽ ചാരി നിന്ന് അവളെ നോക്കി. ഇനിയും അതിട്ട് ഉറച്ച ടൈലിങ് ഇളകി വരും. അവളുടെ പ്രവൃത്തി തുടർന്നു പോകുന്നുണ്ട് ആദ്യം പറഞ്ഞു. അവന്റെ ശബ്ദം കേട്ടതും നന്ദ പെട്ടെന്ന് ഞെട്ടി അവിടേക്ക് നോക്കി. കഴിഞ്ഞില്ലേ? ആ എങ്കി വാ. ദേവേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ഇനി നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ. വാ പെണ്ണെ ഇവിടെ. അവളുടെ കയ്യിൽ നിന്ന് തുണി അവിടേക്ക് ഇട്ട് അവൾ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ട് അവൻ റൂമിലേക്ക് പോയി. കുതിരി മാറാൻ ശ്രമിക്കുന്ന അവളുടെ വയറിൽ അവൻ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. ദേവേട്ടാ അടങ്ങി നിക്കടി. റൂമിലേക്ക് കയറിയതും അവൻ ഡോർ ലോക്ക് ചെയ്തു. അവളൊന്ന് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറിയതും അവൻ ഫോണെടുത്ത് ബെഡിലേക്ക് ഇരുന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നന്ദ കാണുന്നു ഫോണിൽ മുഖം പൊഴിത്തിരിക്കുന്ന ആദിയാണ്. അവൾ കയ്യിൽ നിന്ന് ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ട് മുടി പിന്നി കെട്ടിയിടാൻ പോയതും ആദ്യ കൈകൾ പിടുത്തമിട്ടു. കേട്ടണ്ട, അഴിച്ചിട്ടാ മതി. ഉടക്ക് വീഴും ദേവേട്ടാ. കുഴപ്പമില്ല, എനിക്ക് ഈ മണം ആസ്വദിക്കണം. പറഞ്ഞു കഴിഞ്ഞതും അവനവളുടെ മുടിയിലേക്ക് മുഖം പൊഴുത്തി. ദേവേട്ടാ. കാച്ചി എണ്ണയുടെ മണം ആഞ്ഞു ശ്വസിക്കുന്നതിൽ അവനൊന്ന് മൂളി. കിടക്കണ്ടേ? വേണം. പിറയിലൂടെ അവിടെ വയറിൽ പിടിമുറിക്കാവും പറഞ്ഞു. മാറിക്ക്, കിടക്കാം, എനിക്ക് ഉറക്കം വരുന്നു. മാറണം. ടോപ്പിനുള്ളിലൂടെ അവന്റെ കൈകൾ അരിച്ചു കയറി. മാറണം. കുറുമ്പോടെ അവന്റെ കൈകൾ തട്ടി മാറ്റി അവൾ ബെഡിലേക്ക് കിടന്ന് ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ച്. അവൻ അവളുടെ കൂടെ കിടന്ന് ബെഡ്ഷീറ്റിലേക്ക് നുഴഞ്ഞു കയറി. തല വലത് കൈയാൽ താങ്ങി അവൻ അവളെ നോക്കി. എന്താ ദേവേട്ടാ? അവന്റെ തീക്ഷ്ണം നിറഞ്ഞ നോട്ടത്തിൽ പതറി അവൾ ചോദിച്ചു. ഞാൻ എന്റെ പെണ്ണിന്റെ സൗന്ദര്യം നോക്കുമായിരുന്നു. എങ്കിൽ ഇവിടെ നോക്കും, ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. അയ്യടി, നിന്നെ പുറക്കാം. അവൻ ഒരു കയ്യാൽ അവൾ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു. ദേവേട്ടാ. അവൻ അവളുടെ തോളിൽ ചുണ്ടമർത്തി അവൻ മൂളി. ഇങ്ങനെ ഓരോന്ന് കാണിച്ച് എന്നെ പ്രലോഭിപ്പിച്ച എന്റെ കൺട്രോള് പോവേ. അവിടെ താഴ്ന്നിരുന്ന ടോപ്പ് കാണിച്ച് അവൻ പറഞ്ഞു. അയ്യേ. അവൾ പെട്ടെന്ന് ടോപ്പ് മുകളിലേക്ക് വലിച്ചിട്ടു. ബെഡ്ഷീറ്റ് എടുത്ത് മുഖം മറച്ചു. അവൻ ആ ബെഡ്ഷീറ്റ് എടുത്ത് അവളുടെ മുഖത്തുനിന്ന് മാറ്റി. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ പതിഞ്ഞു. ചുണ്ടുകൾ അടർത്തി അവൻ അവളെ നോക്കി. അടഞ്ഞ കൺപോളുകളുടെ ചലനം കണ്ടതും അവൻ കുറുമ്പോട് അവളുടെ കണ്ണിന് മുകൾ നാവ് കൊണ്ട് തഴുകിയെടുത്തു. ദേവേട്ടാ. അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. കഴിഞ്ഞു നിന്റെ കള്ള ഉറക്കം. മാറിക്കേ ദേവേട്ടാ, എനിക്ക് ഉറങ്ങണം. ഉറങ്ങാം, അതിനുമുമ്പ് മോൾക്കുള്ള ശിക്ഷ വേണ്ടേ? ശിക്ഷയോ? പണിഷ്മെന്റ്. എന്തിന്? അറിയില്ലേ? ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ആ ഫോട്ടോസിന്റെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചേന് എല്ലാം കൂടി എന്റെ കുഞ്ഞ് താങ്ങോ? അവിടെ കണ്ണുകൾ മിഴിഞ്ഞു ഭൂമിനീര് വറ്റിപ്പോയി. സോറി. എന്തിന്? എല്ലാത്തിനും. അപ്പൊ ചെയ്തത് തെറ്റാണെന്ന് അറിയാം. അവൾ മറുപടി പറയാനാവാതെ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഇവിടേക്ക് നോക്കൂ. ഞാൻ അവന്റെ ശബ്ദം കടുത്തു. അവൾ ഞെട്ടിയവനെ നോക്കി. ശിക്ഷ വേണ്ടേ? അവളുടെ വിഷമഭാവം കണ്ടതും അവൻ കുസൃതിയോടെ ചോദിച്ചു. വേണ്ട. വേണം. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശിക്ഷകൾ വേണം. അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. അവന്റെ മുഖം താഴ്ന്നു വന്നു. ദേവേട്ടാ. അവൾ പേടിയോടെ വിളിച്ചു. അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി. അവൾ പിടഞ്ഞ് പൊങ്ങിപ്പോയി. ടോപ്പിന് പുറത്തൂടെ അവൻ അവിടെ പല്ലുകൾ ആഴ്ത്തി. വേദനിച്ചോ? അവളുടെ ചെവിയുടെ താഴെ ചുണ്ടുകൾ അമർത്തിയവൻ ചോദിച്ചു. പറ കുഞ്ഞ, വേദനിച്ചോ? ഒട്ടും. പറ. ഇല്ല. വേദനിപ്പിക്കട്ടെ? വേണ്ട. എനിക്ക് വേണം തോന്നുക. ദേവേട്ടാ. വേണ്ട. ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. പറയാം. ഇനി വല്ലതും മറച്ചു വെക്കൂ. ഇല്ല. അവനൊന്ന് മോളി ബെഡിലേക്ക് കിടന്നു. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദേവ, ആ ഫോട്ടോസ് കണ്ടിട്ടോ നിനക്ക് എന്നെ വല്ല സംശയം തോന്നിയില്ലേ? ഇല്ല. അവളുടെ വാക്കിൽ അവന്റെ ഹൃദയം തുടികൊട്ടി. അതെന്താ?
ദേവേട്ടന്റെ കണ്ണുകളിൽ ഞാൻ എന്നോടുള്ള സ്നേഹം കണ്ടു. ദേവേട്ടൻ എന്നെ ഒരിക്കലും ചതിക്കാനാവില്ലെന്ന് എൻ്റെ ഉപബോധ മനസ്സ് പറഞ്ഞു. എന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ദേവേട്ടനെ ഞാൻ എങ്ങനെ സംശയിക്കാനാ? അവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച്. എന്നിട്ട് എന്തിനാ നീ എന്നെ ഇട്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞു? ദേവേട്ടന് ദോഷം വരുന്നതും എനിക്ക് സഹിക്കാനാവില്ല. നീ കൂടെയില്ലെങ്കിലാണ് പെണ്ണെ ഈ ആദിദേവിന്റെ നാശം. അവൾ മറുപടി അവന്റെ നെഞ്ചിൽ ചുംബിച്ചു. ദേവേട്ടൻ എങ്ങനെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം? അമ്മു പറഞ്ഞു. ഓ അതാണല്ലേ പതിവില്ലാതെ അവൾ വീട്ടിൽ വന്ന്. ഞാൻ പറയട്ടോ അവൾ വന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക്. എന്ത് കൊടുക്കാനാ? കൊടുക്കാനുള്ളതെല്ലാം ഇങ്ങോട്ട് തന്നേക്ക്. അവളുള്ളത് കൊണ്ട് ഞാനെല്ലാം അറിഞ്ഞു. അവളവന്റെ നെഞ്ചിലേക്ക് ചാരി. ദേവേട്ടൻ വിഷമായോ? സോറി. ഈ സോറി താങ്ക്സ് ഒന്നും ഇനി നീ എന്നോട് പറയൂ ദേവ. പകരം ഒരു ഫ്രഞ്ച് കിസ്സിങ് തന്നാ മതി. അയ്യടാ. എന്തേ? പ്ലാസ്റ്റർ എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ പെണ്ണിനെ വിശദമായിട്ടൊന്ന് കാണാൻ. അവന്റെ വാക്കുകൾ കേട്ടത് അവൾ അവന്റെ നെഞ്ചിലെ ചൂടിലേക്ക് പതിഞ്ഞു വിളിച്ചു. അതെ സമയം തരാന്ന് പറഞ്ഞെന്ന് കരുതി അധികം ലേറ്റ് ആക്കല്ലേ. അവളുടെ മൗനം കണ്ടത് അവൻ പറഞ്ഞു. കേട്ടോ. അവൾ കുറുമ്പോടെ അവന്റെ നെഞ്ചിൽ ചെറുതായി ഇടിച്ചു. എന്താടാ? മിണ്ടാണ്ടിരി. എന്തൊക്കെ ഈ പറയുന്നേ? പിന്നെ മിണ്ടാണ്ടിരിക്കാൻ. ഇങ്ങനെ നീ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിന്ന് നിത്യകനീയനായിട്ട് ഇരിക്കേണ്ടി വരും. അവൾ ഒന്നും മിണ്ടാതെ നാണത്തോടെ കണ്ണുകൾ മുറുകെ അടച്ച്. അവളെ വരിഞ്ഞു മുറുകെ കെട്ടിപ്പിടിച്ച് അവൻ അവളുടെ മാറിലേക്ക് മുഖം ചായച്ചു. കൂടുതൽ കുതറിയാൽ ഇന്നിവിടെ പലതും നടത്തും ഞാൻ. അതോടെ കുതറിക്കൊണ്ടിരുന്ന അവളുടെ കുതറിൽ നിന്നു. ദേവേട്ടാ. എന്താ? ഇങ്ങനെ കിടന്നാൽ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? അതിനെന്താ, നീ എന്റെ നെഞ്ചി കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങാറുണ്ടല്ലോ. ഇന്ന് ഞാൻ ഇവിടെ കിടന്നോളാം. മാറിലൊരു കടി കൊടുത്തവൻ അവിടേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. അവൾ ആകെ ഒന്ന് തരിച്ചുപോയി. ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ കിടക്കുന്ന അവരെ കണ്ടതും അവളുടെ കൈകൾ യാന്ത്രികമായി അവന്റെ തലയിൽ തലോടി. അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി മുട്ടിട്ടു. അവൾ അവനെ തഴുകി ഉറക്കി. അവളുടെ നെഞ്ചിലെ ചൂടും കൈകളുടെ തഴുകിലും ഏറ്റവൻ വേഗം ഉറക്കത്തിലേക്ക് വീണു. അവൻ ഉറങ്ങിയത് കണ്ടതും അവൾ തന്റെ വയറിരുന്ന പ്ലാസ്റ്റിട്ട കൈയെടുത്ത് മാറ്റി അവന്റെ തല പതിയെ പൊക്കി പില്ലോയിലേക്ക് വെച്ചു. അപ്പോഴേക്ക് അവൻ കണ്ണു തുറന്നു. അവനൊരു പുരികം പൊക്കി ചോദിച്ചു. അതേ വേട്ട, കൈ അങ്ങനെ ഇരുന്നാൽ ഞാൻ ഉറക്കത്തിൽ തട്ടിയാലോ? മറ്റന്നാ പ്ലാസ്റ്റർ എടുക്കണം, എന്നിട്ട് വേണം ചിലരൊക്കെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ. അത് കേട്ടതും അവൻ അവളെ ചുണ്ടുകൾ കൂർപ്പിച്ച് നോക്കി. ആഹാ, അത്ര കായോ? അവൻ അവൾ തിരിച്ച് ബെഡിലേക്ക് ഇട്ട് അവളുടെ കൂർത്ത ചുണ്ടുകൾ കവർന്നെടുത്തു. നിമിഷങ്ങൾ നീണ്ടു നിന്ന ചുംബനം. അവൾ ആദ്യം ഒന്ന് പിടഞ്ഞെങ്കിലും അവന്റെ ചുണ്ടുകളുടെ ചലനത്തിലും ആവേശത്തിലും അവൾ അവന് വിധേയമായി കിടന്നു. ഒടുവിൽ ശ്വാസതടസ്സം അവൾക്ക് നേരിട്ടതും അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് തെന്നി മാറി. ഗുഡ് നൈറ്റ്. കണ്ണിറുക്കി കട്ടിലേക്ക് ചാഞ്ഞം അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. രാവിലെ ആദ്യം നന്ദനും മോഹനും ഒരുമിച്ചിനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ആദ്യം ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാനായി റൂമിലേക്ക് പോയി. നന്ദ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്കും. നന്ദൂസേ. എന്താ അച്ഛാ, എന്തെങ്കിലും വേണോ? അച്ഛന്റെ ശബ്ദം കേട്ടതും പാത്രം വാഷ് ബേസിനരികിൽ വെച്ചവൾ ചോദിച്ചു. മോഹനൻ അടുക്കളയിട്ടിരിക്കുന്ന ഒരു ചെയറിലായി ഇരുന്നു. മോളൊന്ന് അവിടെ ഇരുന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നന്ദ അവിടെയുള്ള സ്റ്റൂളിലേക്ക് ഇരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ മോള്. ഈ ചെറുപ്രായത്തിൽ തന്നെ കെട്ടിച്ചു വിട്ടത് എൻ്റെ അവസ്ഥ കൊണ്ടാ. അല്ലാതെ മോളെ ഇവിടെ എൻ്റെ കൂടെ നിർത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ എന്തു പറ്റി അച്ഛൻ? കാര്യം അറിയാൻ നന്ദ ചോദിച്ചു. നീയോ ആദ്യം പിണങ്ങിയതൊക്കെ ഞാൻ അറിഞ്ഞു. അത് കേട്ടതും നന്ദ തലകുനിച്ചു പോയി. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും കരുതലും വിശ്വാസമാണ്. മോൾ എന്തുണ്ടെങ്കിലും അവനോട് പറയണം, ഒന്നും മറച്ചു വെക്കരുത്. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിലെ വലിയ തെറ്റായി മാറും. എന്നും നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് കാണുന്നതാ അച്ഛനിഷ്ടം. അവൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ശരിയായ കൈകളിലാ ഞാൻ എൻ്റെ മോളെ ഏൽപ്പിച്ചത്. എന്നും സന്തോഷമായിട്ടിരിക്കണം. അവളുടെ തലയിൽ തഴുകി അയാൾ അവിടുന്ന് പോയി. എന്താലോചിച്ചോണ്ട് നിൽക്കുക, പോണ്ടേ? അടുക്കള വാതിൽ ചാരുന്ന പുറത്തേക്ക് കണ്ണുകൾ വായിച്ചിരിക്കുന്ന നന്ദയുടെ തലയിൽ കുട്ടി ആദ്യം ചോദിച്ചു. നന്ദ വിഷമത്തോടൊന്ന് മൂടി. എന്താടാ, എന്തു പറ്റി? അച്ഛനിവിടെ ഒറ്റയ്ക്കല്ലേ ദേവേട്ടൻ. അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ എനിക്ക്. അവൾ പറയാൻ മടിച്ചു.